അടൽജി ജന്മദിനാഘോഷവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരുടെ സംഗമവും തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. നിർദ്ദേശം മാത്രമാണ് ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജീവിതാവസാനം വരെ അവർ തരുന്ന ഇല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരുന്നവർ നൽകുന്ന നിർദ്ദേശം മാത്രമേ ഞാൻ അനുസരിക്കൂ. ഞാൻ ഇന്നും ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനായിട്ടില്ല, ആവുകയുമില്ല, ആവണമെന്ന ഉദ്ദേശവും എനിക്കില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളെ നയിക്കുന്ന ഒരു മനുഷ്യനായി രാജ്യഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യഭരണ നിർവഹണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനസേവകനായിരിക്കണം. ആ ടാഗാണ് എനിക്ക് ഏറ്റവും സുപരിചിതവും. കാരണം അങ്ങനെയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ പെടുന്ന ഒരുപാട് നേതാക്കന്മാരെ അറിയാം. അവരുമൊക്കെ ആയിട്ടുള്ള, ഇപ്പോഴും സ്വർഗീയരാണെങ്കിൽ പോലും അവരുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികളെല്ലാം അമൂല്യങ്ങളായ കേരളത്തിൻ്റെ രത്നങ്ങളായിരുന്നു. അതങ്ങനെ തന്നെ തുടരും. കാരണം അതുപോലെ പ്രകടമാക്കാൻ പിന്നീട് ആരും അവരുടെ പിന്നാലെ വന്നിട്ടില്ല. വന്ന് ശ്രമിച്ചവരെല്ലാം അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സത്യം കൂടി ചരിത്ര പഠനത്തിലൂടെ കേരളത്തിൻ്റെ വളർച്ച ആരൊക്കെ, അക്കൂട്ടത്തിൽ നമ്മൾ അവസാനം കണ്ട വ്യക്തി എന്ന് പറയുന്നത് ഇവരെല്ലാം കൂടി പല ഇന്ത്യയെന്നോ അതിന് സമാനമായ ചില വാക്കുകളുടെയോ ഒക്കെ പേരിൽ ഒത്തു ചേർന്ന് പരാജയപ്പെടുത്തിയ ശ്രീ O രാജഗോപാൽ നേടിയെടുത്ത ഒരു മണ്ഡലമുണ്ട്. ആ O രാജഗോപാൽ ജിയാണ് ഒരുപക്ഷെ ആ ഗണത്തിൽ കേരളത്തിന് വലിയ സംഭാവന ചെയ്യാനും അനുഗ്രഹമാവാനും വിധിക്കപ്പെട്ട ആ ശ്രേണിയിലെ അവസാനത്തെ നായകൻ, അടുത്ത നായകൻ ഉദിച്ചുയരണം. അതിനു വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നം ഒന്നുകൂടി നമ്മൾ ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ഒരു യജ്ഞം കൂടിയായി മാറണം ഇന്നത്തെ ദിവസം. അതിന് സ്വർഗീയ വാജ്പേയിജിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ വേർതിരിച്ച് രണ്ടുപേരെയും കാണുന്നില്ല. ജയിച്ചവരും അവരുടെ കൂടെയുള്ളവർ എന്നാണ് ഞാൻ പറയുക. നിങ്ങൾ കൂടുതൽ ഇംപ്രസ് ചെയ്യുക. നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ജനസേവനത്തിൽ ഒന്ന് ക്രോഡീകരിച്ച് പ്രവർത്തനം ഏറ്റെടുക്കേണ്ടി വരുന്ന, ജയിച്ചു വന്നാൽ അവരൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന, കുറച്ചുകൂടി ക്രോഡീകരിച്ച് മാത്രമേ ഒരു MLAക്ക് അടിത്തട്ടിലേക്കൊന്നും ഗ്രാസ് റൂട്ടിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ല. അപ്പോൾ കർത്തവ്യം പക്ഷേ അവർക്ക് അതിലും വലുതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശക്തി പകരുന്ന തരത്തിൽ ജയിച്ചു വന്നവരും ജയിക്കാൻ സാധിക്കാതെ പോയവരും ഒരുമിച്ച് പ്രവർത്തിച്ച് എല്ലാ വാർഡുകളിലും, നിങ്ങളുടെ പഞ്ചായത്തിലെയോ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെയോ കോർപ്പറേഷനിലെയോ എല്ലാ വാർഡുകളിലും ശക്തമായ കർത്തവ്യ ദിനത്തിൻ്റെ എല്ലാ പൊരുളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ എല്ലാ ഉദ്ദേശങ്ങളും ശുദ്ധിയോടെ നിറവേറ്റുന്നതിനുള്ള കുറച്ചുകൂടി ശക്തമായ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നിരന്തരമായ രാഷ്ട്രീയ ഇടപെടലുകളല്ല, പക്ഷെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണം. നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ സഞ്ചരിക്കാം. ഞാൻ എൻ്റെ വഴിയെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സാധ്യമായി അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഊര ഒടിഞ്ഞ് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പണിയെടുത്താൽ മാത്രമേ സാധിക്കൂ. എതിരൊലികൾ വന്നുകൊണ്ടിരിക്കും. അത് ഇന്നലെയും ഉണ്ടായി. അവർ പണിയെടുത്തുകൊണ്ടിരിക്കും. അവർ പണിയെടുക്കുന്നത് നമ്മളെ ഇല്ലാതാക്കാനാണെന്ന് ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പണിയെടുത്ത് നമ്മളെ ഒരു പടി താഴോട്ടിറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി മേലോട്ട് കാണുന്ന പടികളെന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള പടിക്കെട്ടായി മാത്രം കണ്ടുകൊണ്ട് മുന്നേറണം, മേലേറണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ടെല്ലാ നന്മകളും നേരുന്നു. ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം. ഇനി നമ്മളുടെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഓരോ പഞ്ചായത്തിലെ വിളിക്കുന്നുണ്ട്. ആദ്യം ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ച സ്ഥാനാർത്ഥികളെ സുരേഷ് ഗോപി സാർ ആദരിക്കും.
ആദ്യം വാർഡ് നമ്പർ 7, വാർഡിൻ്റെ പേര് മാടായിക്കട സ്കൂൾ, PK ഷാജു. അടുത്തത് വാർഡ് നമ്പർ 23, ഗീത പുതുമല. വേഗം വരൂ. ഗീത പുതുമല. അടുത്തത് ആര്യ സുമേഷ്. സ്മിതാ കൃഷ്ണകുമാർ, വിജയകുമാരി അനിലൻ, രമീള സതീശൻ. അടുത്തത് കാർളം ഗ്രാമപഞ്ചായത്ത്, പുല്ലത്തറ. വിജയൻ, പ്രിയാനി, രാജൻ, നീതു അനീഷ്, സരിത വിനോദ്, അഞ്ജു സുജിത്ത്. പടിയൂർ ഗ്രാമപഞ്ചായത്ത്, ബിനോയ് കൊലാന്തറ, ഈശ്വരി ജയൻ, പ്രഭാത് വെള്ളാപ്പള്ളി, സുദേവൻ PS, അപർണ നിനീഷ്. തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരുടെ സംഗമവും തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത് വിജയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.